ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്ന ഒരു 3-4 മിനിറ്റ്സ് കൊണ്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു കറിയായിട്ടാണ്. ഇത് ഒരു നേപ്പാളി സ്റ്റൈൽ റെസിപ്പിയാണെന്ന് പറയുമെങ്കിലും എൻ്റേതായ രീതിയിൽ ചെറിയ മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ആകെ വേവിക്കേണ്ടതായിട്ടുള്ളത് 2 ഉരുളക്കിഴങ്ങാണ്. ഞാൻ 2 ഉരുളക്കിഴങ്ങ് മീഡിയം സൈസ് എടുത്തിട്ടുണ്ട്. അത് വേവിച്ച് ഉടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നല്ല പുളിയില്ലാത്ത നല്ല കട്ട തൈരുണ്ടല്ലോ അത്. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ട് ആഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആവശ്യത്തിന്, പിന്നെ കുറച്ച് ജീര പൗഡർ, കുമിൻ പൗഡർ, പിന്നെ ചെറുതായി അരിഞ്ഞ ഗ്രീൻ ചില്ലി, പിന്നെ കുഞ്ഞുള്ളി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ സവോളയാക്കാം. സവോളയാണ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്, നൈസായിട്ട് അരിഞ്ഞത്. പിന്നെ കുറച്ച് കറി ലീവ്സും ആവശ്യമുണ്ട്. ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ സ്മാഷ് പൊട്ടാറ്റോ ആഡ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ കടുക് താളിക്കുക. അപ്പോൾ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് എണ്ണയിൽ ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം കുറച്ചൊരു മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് മിക്സ്ചറിലേക്ക് എല്ലാം ആഡ് ചെയ്ത് ഒരുമിച്ച് ഒന്ന് ഇളക്കിയെടുത്താൽ നമ്മുടെ കറി റെഡി. പിന്നെ ടേസ്റ്റ് വൈസ് ആണെങ്കിൽ ഓക്കെ എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മൾക്കെപ്പോഴും നമ്മുടേതായ ആ ഒരു ഫോളോ അപ്പ് ചെയ്ത് വരുന്ന ആ ഒരു റെസിപ്പീസും കാര്യങ്ങളും നമുക്ക് കുറച്ചും കൂടി എൻ്റെ കേസിൽ എനിക്ക് താല്പര്യം. അപ്പോൾ ശരിക്കും ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ വി ഷുഡ് ട്രൈ ഡിഷസ് വിത്ത് ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് അറ്റ്ലീസ്റ്റ് വൺസ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ അറ്റ്ലീസ്റ്റ് വൺസ് എങ്കിലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവാം, ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവാം. സോ ജസ്റ്റ് ട്രൈ ഇറ്റ് ഔട്ട്, അത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് വൺസ് എങ്കിലും ട്രൈ ചെയ്ത് നോക്കണം ഈ ഡിഷ്. ഓക്കെ, അപ്പോൾ സീ യു.